ലോങ് സ്റ്റാഡിൽ ലോങ് സ്ട്രാങ്കിൾ, ഈ രണ്ട് സ്ട്രാറ്റജികളും സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡിലോ സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡിലോ മാത്രമേ കൃത്യമായി വർക്കിംഗ് ആവൂ. സൈഡ് വൈസ് ട്രെൻഡില് ഇതിന് ലോസ് സാധ്യതയാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏതിന്? ഷോർട്ട് സ്ട്രാഡിലിനും ഷോർട്ട് സ്ട്രാങ്കിളിനും. ഇത് സൈഡ് വൈസ് ട്രെൻഡിൽ മാത്രമേ വർക്കിംഗ് ആവുള്ളൂ. സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലും ഇത് വർക്കിംഗ് ആവില്ല. ലോങ് സ്ട്രാറ്റജി എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ട്രെൻഡുകളിൽ അപ് ട്രെൻഡിലോ ഡൗൺ ട്രെൻഡിലോ മാത്രമേ വർക്കിംഗ് ആവുള്ളൂ. ഷോർട്ട് സ്ട്രാറ്റജീസ് സൈഡ് വൈസ് അല്ലെങ്കിൽ നോട്ട് ട്രെൻഡിലാണ്, അല്ലെങ്കിൽ ഒരു റേഞ്ച് ട്രെൻഡിൽ മാത്രമാണ് കൃത്യമായിട്ട് വർക്ക് ആവുക. അങ്ങനെയാണെങ്കിൽ ലോങ് സ്ട്രാറ്റജിയും ഷോർട്ട് സ്ട്രാറ്റജിയും ഒരുമിച്ച് ചെയ്താൽ നമുക്ക് ഓരോ ട്രെൻഡിലും എങ്ങനെയായിരിക്കും വർക്ക് ആവുക? ഷോർട്ട് സ്റ്റാഡിലും ലോങ് സ്ട്രാങ്കിളും ഒരുമിച്ച് ചെയ്താൽ നമ്മൾ അതിന് പറയുന്ന പേര് അയൺ ഫ്ലൈ. ഷോർട്ട് സ്ട്രാങ്കിളും ലോങ് സ്ട്രാങ്കിളും ഒരുമിച്ച് നമ്മൾ ചെയ്താൽ നമ്മൾ ഇതിന് പറയുന്ന പേര് അയൺ കോണ്ടൂർ. ഓപ്ഷൻസ് ബേസിക്സും സ്ട്രാറ്റജികളും കൃത്യമായി പഠിക്കാൻ വിളിക്കുക. 7902219941. ഞാൻ കൃഷ്ണ ലിജേഷ്. No shortcuts, no profitable strategies. Good day. Happy trading. Thank you.